അപ്പോൾ അടുത്തൊരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യും RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. സോ ഹായ് ഓൾ, നിങ്ങളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണോ? നിങ്ങൾക്ക് മുന്നിൽ വരാനിരിക്കുന്ന രണ്ട് ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് KSEB സബ് എഞ്ചിനീയറും അതേപോലെ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന RRB ജൂനിയർ എഞ്ചിനീയറും. പല ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയമാണ് ഈ രണ്ട് എക്സാംസുകളും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ രണ്ട് എക്സാംസുകളും സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണോ എന്നുള്ള കാര്യത്തിൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് KSEB സബ് എഞ്ചിനീയറും അതേപോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയറും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പോസ്റ്റ് വൈസ് കമ്പാരിസൺ അല്ല നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ എക്സാം ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. പോസ്റ്റ് വൈസ് കമ്പാരിസൺ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അതായത് സബ് എഞ്ചിനീയർ വേഴ്സസ് KSEB സബ് എഞ്ചിനീയർ വേഴ്സസ് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കമ്പാരിസൺ ഒക്കെ നമുക്ക് ചെയ്യാം. പ്രൊമോഷൻ സാധ്യത, സാലറി, അങ്ങനെയുള്ള എല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് എക്സാംസുകളും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ ഒരാളെ കൊണ്ട് കഴിയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതാണ് ഈസി ആയിട്ടുള്ളത്, എത്രത്തോളം കോമൺ ടോപ്പിക്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എക്സാംസുകളിലും ഒരുപാട് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബേസിക് കോൺസെപ്റ്റ് ആണെങ്കിൽ രണ്ടിലും ഒരേപോലെ വരുന്നുണ്ട്. അതേപോലെ സർക്യൂട്ട് ലോസ് ആൻഡ് നെറ്റ്വർക്ക് തിയറംസ് വരുന്നുണ്ട്. മാഗ്നറ്റിക് ആൻഡ് AC ഫണ്ടമെന്റൽസ് വരുന്നുണ്ട്. അതേപോലെ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ മെഷീൻസ്, പവർ സിസ്റ്റം ആൻഡ് ട്രാൻസ്മിഷൻ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, അതേപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രൊസസ്സർ. ഇതിലെല്ലാ ടോപ്പിക്കും രണ്ടിലും കോമൺ ആയിട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല ഇതിൽ രണ്ട് ടോപ്പിക്കും ഒരേപോലെ ഇൻഡെപ്തിലല്ല രണ്ടിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് എക്സാംസുകളുടെ ഒരു കമ്പാരിസണിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതേപോലെ മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്, ഇതെന്ത് ചെയ്തിട്ടില്ല, RRB ജെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ബട്ട് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ വന്നിട്ടുണ്ട്, അത് KSEB സബ് എഞ്ചിനീയറിൽ വന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഒരു കമ്പാരിസൺ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാമിനേഷനിൽ ഏതാണ് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് വരാൻ പോകുന്നത്, അതിലൊരു ഡൗട്ടും വേണ്ട, അത് KSEB സബ് എഞ്ചിനീയർ എക്സാം തന്നെയായിരിക്കും. KSEB സബ് എഞ്ചിനീയർ ആണ് ഇൻഡെപ്തിൽ കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വരാൻ പോകുന്നത് KSEB സബ് എഞ്ചിനീയർ ആയിരിക്കും. അത്രത്തോളം ഡെപ്തിൽ എന്ത് വരാറില്ല, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ വരാറില്ല. അപ്പോൾ ഇവിടെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ KSEB സബ് എഞ്ചിനീയർ നിങ്ങൾ വളരെ നീറ്റായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് RRB ജെയിലും എന്ത് ചെയ്യാൻ പറ്റും, അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ വന്നിരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ എന്താണ്, ഭൂരിഭാഗം ടോപ്പിക്കുകളും ഇവിടെയും വന്നിട്ടുണ്ട്, പക്ഷെ അത്രത്തോളം ഡെപ്തിൽ വന്നിട്ടില്ല. എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ടോപ്പിക്കുകളല്ല. എന്നിരുന്നാലും നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചെടുക്കാറുണ്ട് അല്ലേ, ആ ഓരോ ടോപ്പിക്കും ഏത് ലെവലിൽ പഠിക്കണം എന്നുള്ളതുണ്ടാവും. അത് ഓരോ എക്സാംസിലും ഡിഫറൻ്റ് ആയിരിക്കും. ഇതേ ലെവൽ ആയിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ SSC ജെയ്ക്ക് പോകുമ്പോൾ, ഇതേ ലെവൽ ആയിരിക്കില്ല നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഓരോന്നിൻ്റെയും ലെവൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടോപ്പിക്കിൽ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കമ്പാരിസൺ ആണ്, എത്രത്തോളം ഡെപ്തിൽ പോകാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് KSEB സബ് എഞ്ചിനീയറിൽ പറഞ്ഞത്. എന്നാൽ ഇവിടെ കുറച്ചുകൂടിയൊക്കെ എന്താണ്, ആ ഒരു രീതിയിൽ അത്രത്തോളം ഡെപ്തിലേക്ക് വരുന്നില്ല. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് RRB ജൂനിയർ എഞ്ചിനീയറുടെ കേസിൽ. നമ്മൾ ഇതിൻ്റെ ഒരു സിലബസ് വൈസ് കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 60% ടോപ്പിക്കുകളും കോമൺ ടോപ്പിക്കുകൾ തന്നെയാണ് വരുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ കോമൺ ടോപ്പിക്കുകൾ എന്നാണ് വരുന്നത്. എന്നാൽ ഒരു 30% യുണീക്ക് ടു KSEB ആണ്. അതായത് എന്താണ്, ചിലത് KSEBയിൽ മാത്രമായിട്ട് വരുന്നത്. യുണീക്ക് ടു RRB നോക്കുകയാണെങ്കിൽ ഒരു 10% ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ സിലബസ് വൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് എക്സാമിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണ്. കാരണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യും, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. സോ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്സ് ഒക്കെ സ്ട്രോങ് ആക്കി, ഫണ്ടമെന്റൽസ് ഒക്കെ സ്ട്രോങ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, KSEB സബ് എഞ്ചിനീയർ എക്സാമിനേഷനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം അവിടെ നിങ്ങൾ ഇവിടെ ഓൾറെഡി RRB ജെയ്ക്ക് പഠിച്ച ടോപ്പിക്കുകളെ ഒന്നുകൂടി ഇൻഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് KSEB സബ് എഞ്ചിനീയറിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റികളും നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പലപ്പോഴും ഒരു എക്സാമിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആ എക്സാമിൽ വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ എടുത്ത ഒരു എഫേർട്ട് എന്ത് ചെയ്യാൻ നഷ്ടപ്പെടും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ മൾട്ടിപ്പിൾ എക്സാംസുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെയാണ് വേണ്ടത്. സബ്ജക്റ്റിൻ്റെ ഫണ്ടമെന്റൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് എങ്ങനെ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു റിസൾട്ടും നല്ലൊരു ജോലിയും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ജോലി ലഭിക്കുന്ന ആൾക്ക് തന്നെ ഒന്നിലധികം ജോലി
ജോലികൾ അല്ലെങ്കിൽ ഒന്നിലധികം റാങ്ക് ലിസ്റ്റിലൊക്കെ അവർ വരാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈൽ കൊണ്ടും അവർ അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് പ്രിപ്പയർ ചെയ്തതുകൊണ്ടും ഏത് എക്സാമിനേഷൻ വന്നാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 എക്സാംസുകളും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മൾ ചോദ്യം. തീർച്ചയായിട്ടും ഈ 2 എക്സാംസുകളും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എക്സാമും ഒരുമിച്ച് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. അത് നിങ്ങൾ ആഗ്രഹിച്ചൊരു സർക്കാർ ജോലിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ KSEBയുടെ സബ് എഞ്ചിനീയർ അതേപോലെ തന്നെ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.